KPCCയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും താൻ മാറില്ലെന്ന് വലിയ വാശിയിലായിരുന്നു കെ സുധാകരൻ. അവസാനം കെ സുധാകരനെ മാറ്റി സണ്ണി ജോസഫിനെ ആ പദവിയിലേക്ക് കൊണ്ടുവന്നു. അതിന് ശേഷമായിരുന്നു ഈ കണ്ണൂർ DCC ഓഫീസിൽ രണ്ടുപേരും പത്രസമ്മേളനം വിളിക്കുന്നു. പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ആവശ്യപ്പെടുകയാണ് ഒരുമിച്ച് നിൽക്കാൻ. അപ്പോൾ ഒരുമിച്ച് നിന്നാൽ മതിയോ അതോ ഇനി ചുംബിക്കണമോ എന്നാണ് ചോദിക്കുന്നത്. അതിനവസാനം സണ്ണി ജോസഫ് ഒരു ചുംബനവും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചുംബനവും ഉമ്മവെപ്പും ബഹളവുമെല്ലാമായി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഗ്രൂപ്പ് കളിച്ച് പാർട്ടി എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക? ഇപ്പോൾ തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടല്ലോ. സുധാകരനെ മാറ്റരുത് എന്ന് ഒരു പക്ഷം ഉണ്ടായിരുന്നു, മാറ്റണമെന്ന് മറുപക്ഷം, ആൻ്റോ ആൻ്റണിക്കായ ഒരു പക്ഷം, അടൂർ പ്രകാശിനായ ഒരു പക്ഷം. അങ്ങനെ പുതിയ അധികാര കേന്ദ്രങ്ങൾ രൂപപ്പെടുകയാണല്ലോ. കോൺഗ്രസ് എങ്ങോട്ടാണ്? തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സണ്ണി ജോസഫ് കടന്നു വന്നത് മറ്റു പലരെയും, അർഹരായ മറ്റു പലരെയും വെട്ടി വീഴ്ത്തിക്കൊണ്ടാണ് എന്നുള്ളത് വ്യക്തമാണ്. അത് സണ്ണി ജോസഫാണ് വെട്ടി വീഴ്ത്തിയത് എന്ന് അതിനർത്ഥമില്ല. മറിച്ച് സണ്ണി ജോസഫിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആരൊക്കെയോ നടത്തിയ ചില ചരടുവലികൾ, പ്രത്യേകിച്ചും സഭയ്ക്കൊക്കെ കത്തോലിക്ക സഭയ്ക്കൊക്കെ അതിൽ വലിയ പങ്കുണ്ടെന്ന് പറയപ്പെടുന്നു. സോഷ്യൽ മീഡിയയിലടക്കം അതിനെക്കുറിച്ച് വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉയർന്നിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ശരി, അങ്ങനെ പലരെയും, അർഹരായ പലരെയും ഒഴിവാക്കിക്കൊണ്ടാണ് സണ്ണി ജോസഫിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. ആൻ്റോ ആൻ്റണിയെ കൊണ്ടുവരാൻ ശ്രമം നടത്തി, പക്ഷെ അത് വേണ്ടത്ര വിജയിച്ചില്ല. നമുക്കെല്ലാവർക്കും അറിയാം ആൻ്റോ ആൻ്റണി ആരാണ്, സണ്ണി ജോസഫ് ആരാണ്, കെ സുധാകരൻ ആരാണ് എന്നൊക്കെയുള്ളത് നമുക്കറിയാം. സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ തന്നെ കോൺഗ്രസ്, പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ ഈ ഗ്രൂപ്പ് വഴക്ക് നമുക്ക് പരിചിതമാണ്. ഞാനതിൻ്റെ ആ പ്രാരംഭഘട്ടത്തിലുള്ള ചരിത്രപരമായ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്നാലും നമ്മുടെ ഇപ്പോഴത്തെ തലമുറയ്ക്കെങ്കിലും മനസ്സിലാകുന്ന ഇന്നത്തെ ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്കും പ്രായം ചെന്നവർക്കും ഒക്കെ അറിയുന്ന കുറേ കാര്യങ്ങളുണ്ട്. കോൺഗ്രസ്സിലെ AI ഗ്രൂപ്പ് പോര്, കെ കരുണാകരൻ ഒരു വശത്തും മറുവശത്ത് AK ആൻ്റണിയുമായിട്ട് അത് വലിയ രീതിയിൽ കോൺഗ്രസ്സിനെ ഇരു ഗ്രൂപ്പുകളുമായിട്ടാണ് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോയത്. ഒരു കാലത്ത് ഈ ഗ്രൂപ്പില്ലാത്ത കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അത് ആൾക്കാർക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ഗ്രൂപ്പില്ലാത്ത കോൺഗ്രസ്സോ, അങ്ങനെ ഒരു കോൺഗ്രസ് ഇല്ല. കോൺഗ്രസ്സിൽ സജീവമായിട്ട് എന്നും ഗ്രൂപ്പുകളുണ്ടാവും. ഈ കെ കരുണാകരൻ I ഗ്രൂപ്പ്, AK ആൻ്റണിയുടെ A ഗ്രൂപ്പ്. ഇത് മാത്രമല്ല, തിരുത്തൽവാദികൾ എന്ന് പറഞ്ഞ് മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. പിന്നീട് അതിനുശേഷം നമ്മൾ ഹരിത MLA മാർ പറഞ്ഞൊരു വിഭാഗത്തെ കണ്ടു ഉമ്മൻചാണ്ടിയുടെ കാലത്ത്. അങ്ങനെ ഇവരൊക്കെ ഈ തരം പോലെ ഗ്രൂപ്പ് കളിച്ച് ആണ് നേതാക്കളായി വന്നത്. ഈ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ നിന്ന്, ഒരു നേതാവിനെ കേന്ദ്രീകരിച്ച് ആ നേതാവിൻ്റെ കൂടെ നിന്ന് ആ ഗ്രൂപ്പിനെ. അതിനിടയ്ക്ക് ഉയർന്നു പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയാണ് ഈ സുധാകരൻ്റെ ഭാവി എന്താണ്. അദ്ദേഹം വാർദ്ധക്യത്തിലേക്ക് കടന്നിട്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. ആരെല്ലാം ചൂണ്ടിക്കാണിച്ചാലും ആരോഗ്യപരമായ പ്രശ്നം അദ്ദേഹത്തെ വലിയ രീതിയിൽ വേട്ടയാടുന്നുണ്ട്. അപ്പോൾ ആ നേതാവിൻ്റെ ഭാവി എന്താണ്? സുധാകരൻ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ അദ്ദേഹം MP ആണല്ലോ. ആ MP കാലാവധി കഴിയുന്നത് വരെ അദ്ദേഹത്തിന് വേറെ പരിക്കുകളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇനിയൊരു അംഗത്തിന് അദ്ദേഹത്തിന് അവസരം കിട്ടും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ കോൺഗ്രസ് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അവർക്ക് ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ഇല്ല എന്നുള്ളതാണ്. പണ്ട് ഒരു കാലത്ത് അവർക്ക് ഹിന്ദുക്കളിൽ നായന്മാരുടെയും നായർ വിഭാഗത്തിൻ്റെയും അതുപോലെ തന്നെ ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെയും പിന്തുണ അവർക്കുണ്ടായിരുന്നു. വലിയ തോതിൽ അതിപ്രഗത്ഭരായ ക്രിസ്ത്യൻ മുസ്ലിം നേതാക്കൾ അവർക്കുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം AK ആൻ്റണിയും ഉമ്മൻചാണ്ടിയൊക്കെ തന്നെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ്. പക്ഷേ ഇന്ന് അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അത്തരത്തിലുള്ള നേതാക്കളില്ല. നായർ സമുദായത്തിൻ്റെ പിന്തുണ ഇന്ന് അകമഴിഞ്ഞ പിന്തുണ അവർക്ക് കിട്ടുന്നില്ല. നായർ സമുദായം 5-5 വർഷം കൂടുമ്പോഴെങ്കിലും അവരെ പിന്തുണയ്ക്കുമായിരുന്നു. പക്ഷേ ഇന്ന് ആ പിന്തുണ അവർക്ക് ഇല്ല എന്നുള്ളത് അവർക്കും ലോകർക്കും അറിയാം. ഇന്ന് നായർ വിഭാഗത്തിൻ്റെ വോട്ട് ഏറ്റവും കൂടുതൽ പോകുന്നത് BJPയിലേക്ക്. അതുപോലെ ഹിന്ദുക്കളിൽ ഈഴവ വിഭാഗം, അവരാണ് ഏറ്റവും വലിയ വോട്ട് ബാങ്ക്. ആ വോട്ട് ബാങ്ക് CPMൻ്റെ കയ്യിൽ ഭദ്രമാണ്. അത് ഭദ്രമായിരുന്നു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. അതിനും വിള്ളലുണ്ടായി. അവിടെ നിന്നും BJPയിലേക്ക് വോട്ടുകൾ ഒഴുകി തുടങ്ങിയിട്ടുണ്ട്. BJPയിലെ ചില നേതാക്കൾക്കെങ്കിലും, ശോഭാ സുരേന്ദ്രൻ, V മുരളീധരൻ പോലെയുള്ള ചില നേതാക്കൾക്കെങ്കിലും ആ വോട്ടുകൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം
ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ചപ്പോൾ കോവളം, നെയ്യാറ്റിങ്കര മണ്ഡലങ്ങളിൽ ധാരാളം SNDP ഈഴവ വോട്ടുകളുള്ള ഒരു സ്ഥലമാണ്. അവിടെ വലിയ തോതിൽ വോട്ട് വർദ്ധിപ്പിക്കാനായി രാജീവ് ചന്ദ്രശേഖറിന്. കോവളത്ത് 30,000 വോട്ടൊക്കെയാണ് ശരാശരി കിട്ടിക്കൊണ്ടിരുന്നതെങ്കിൽ, ഒരു 35,000-ന് താഴെയൊക്കെ കിട്ടിക്കൊണ്ടിരുന്നെങ്കിൽ ഇക്കുറി അത് 46,000-ന് മുകളിലേക്ക് പോയിരിക്കുകയാണ്. അതൊരു ചെറിയ മാറ്റമല്ല. അപ്പോൾ ഈഴവ വിഭാഗത്തിൽ നിന്നും വോട്ടുകൾ BJPക്ക് പോകുന്നു. നായർ വിഭാഗത്തിൻ്റെ വോട്ടുകൾ പണ്ടേ പോയി. പിന്നെ ഉണ്ടായിരുന്നത് ഈ പറയുന്നത് പോലെ ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകളാണ്. അതിലും വലിയ വിള്ളലുണ്ടായി. അത് കോൺഗ്രസിൽ നിന്ന് മുസ്ലിം വോട്ട് കാര്യമായിട്ട് പിണറായി പിടിച്ചെടുക്കാൻ തുടങ്ങി, CPM പിടിച്ചെടുക്കാൻ തുടങ്ങി. മുസ്ലിം ലീഗിന് പോലും അത് അടിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വളരെ ആലോചിച്ചുറപ്പിച്ചൊരു തീരുമാനമാണ് ഈ സണ്ണി ജോസഫിനെ ക്രിസ്ത്യൻ വോട്ടുകൾ, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ, ഇപ്പോൾ ഈ മുനമ്പം പോലെയുള്ള വിഷയങ്ങൾ കൊണ്ട്, വഖഫ് നിയമ പ്രശ്നം മൂലം BJPയിലേക്ക് പോകും എന്ന് അവർ ഭയപ്പെടുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ തടഞ്ഞു നിർത്തി അത് തങ്ങളുടെ പെട്ടിയിൽ എത്തിക്കാനുള്ള ഒരു നീക്കമാണ് കോൺഗ്രസ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുധാകരനെ മാറ്റും എന്നുള്ള കാര്യത്തിൽ പല രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞ അഭിപ്രായം ശരിയായി വന്നു. കാരണം സുധാകരൻ തീയ സമുദായത്തിൽപ്പെട്ട ഒരു നേതാവാണ്. തീയരുടെ വോട്ട് വളരെ കാലങ്ങളായിട്ട് CPMന് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് വലിയ തോതിലൊന്നും നമുക്ക് കിട്ടാൻ സാധ്യതയില്ല, കോൺഗ്രസ്സിന് കിട്ടാൻ സാധ്യതയില്ല എന്ന് കോൺഗ്രസ്സുകാർക്കറിയാം. പിന്നെ എന്തിന് ഞങ്ങൾ സുധാകരനെ ചുമക്കണം? ഇതാണ് കോൺഗ്രസ്സിനുള്ളിലെ ഒരു ചിന്താഗതി. ആ ചിന്താഗതിക്കാർ വിജയിച്ചു എന്നാണ് സുധാകരനെ മാറ്റിയതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. മാത്രമല്ല, മലബാറിൽ ഇനി അവർക്ക് പഴയതുപോലെ ഒരു വലിയ ശക്തമായ വേരോട്ടം അവർക്ക് ഉണ്ടാക്കണമെങ്കിൽ അത് ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളുടെ പിന്തുണ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു വശത്ത് ഈ ക്രിസ്ത്യൻ മുസ്ലിം പിന്തുണ എന്ന് കോൺഗ്രസ് പറയുമ്പോഴും ആ ഇരു സമുദായങ്ങളും തമ്മിലുള്ള അകലം വളരെ വർദ്ധിച്ചിരിക്കുകയാണ്. അതിന് ഈ വഖഫ് നിയമവും അതുപോലെ തന്നെ ഈ മുനമ്പം പ്രശ്നവും അതിന് വലിയൊരു കാരണമായി തീർന്നു. അപ്പോൾ ഈ രണ്ട് സമുദായവും ഒറ്റക്കെട്ടായി കോൺഗ്രസിനെ പിന്തുണച്ചിരുന്ന ഒരു കാലം ഇനി ഉണ്ടാകും എന്ന് അവർക്ക് തന്നെ സംശയമുണ്ട്. അതുകൊണ്ടാണ് അവർ ആ കത്തോലിക്ക സഭയുടെ പ്രതിനിധിയായിട്ട്, അല്ലെങ്കിൽ ബിഷപ്പുമാരുടെയും മറ്റുമൊക്കെ താല്പര്യമുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് സണ്ണി ജോസഫിനെ കൊണ്ടുവരാൻ അവർ നീക്കം നടത്തിയത്. അത് ഹൈക്കമാൻഡിനെ ഫലപ്രദമായിട്ട് ബോധ്യപ്പെടുത്തിയാണ് അവർ അത് ചെയ്തത്. അങ്ങനെ സുധാകരനെ സംബന്ധിച്ച് സുധാകരനെ അങ്ങനെ മുന്നോട്ട് വെക്കാൻ ഒരു വോട്ട് ബാങ്ക് കയ്യിലില്ല. സുധാകരൻ്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് നേരിട്ടാൽ വിജയിക്കില്ല എന്ന് ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്താൻ സുധാകര വിരുദ്ധ പക്ഷത്തിന് സാധിച്ചു എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, സണ്ണി ജോസഫിനോടൊപ്പം വർക്കിംഗ് പ്രസിഡൻ്റായിട്ട് കൊണ്ടുവന്നിരിക്കുന്നവരെ നമുക്കറിയാമല്ലോ ആരൊക്കെയാണെന്ന്. പഴയ ആൾക്കാരെ എല്ലാം അവർ വെട്ടിനിരത്തി. എവിടെ പോയി കെ മുരളീധരൻ? എവിടെ പോയി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ? എവിടെ പോയി രമേശ് ചെന്നിത്തല? അപ്പോൾ ഒരു തലമുറ മാറ്റം കോൺഗ്രസ്സിന് സംഭവിച്ചിരിക്കുന്നു എന്ന് പറയാൻ, അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കോൺഗ്രസ്സിന് കൃത്യമായിട്ട് സാധിച്ചിരിക്കുന്നു. അത് ഹൈക്കമാൻഡും ഈ പറയുന്ന തലമുറ മാറ്റത്തിന് പച്ചക്കൊടി വീശി എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ സുധാകരൻ്റെ ഭാവി ഇനി ഈ ഒരു കാലം, ഈ വരുന്ന വർഷങ്ങൾ കഴിയുന്നതോടുകൂടി, MP കാലയളവ് കഴിയുന്നതോടുകൂടി, പിന്നെ ഒന്നാമത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വളരെ മോശമാണ്. അദ്ദേഹത്തിന് പ്രായം കൂടി വരുന്നു. ഇനിയിപ്പോൾ 4 കൊല്ലം കൂടെ കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഈ പറയുന്നത് പോലെ വീണ്ടും ഒരു മത്സരത്തിനുള്ള ബാല്യം, ഇനിയൊരംഗത്തിനുള്ള ബാല്യം അദ്ദേഹത്തിന് ഉണ്ടാകുമോ എന്ന് നമ്മൾ കണ്ടു തന്നെ അറിയണം. അതുകൊണ്ട് സുധാകരൻ്റെ രാഷ്ട്രീയ ഭാവി ഈ MP ആയി അവസാനിക്കും എന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. പകരം കോൺഗ്രസിൻ്റെ തലപ്പത്തേക്കും മറ്റു പല പ്രധാന സ്ഥാനങ്ങളിലേക്കും ഇപ്പോൾ കണ്ണൂരിലടക്കം MP ആയിട്ട് മത്സരിക്കാനും മറ്റുമൊക്കെ പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാർ കടന്നു വന്നേക്കും. അങ്ങനെ കടന്നു വരാൻ തന്നെയാണ് സാധ്യത. അത് തന്നെയാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ വളരെ കൃത്യമായിട്ട് ചെറുപ്പക്കാരെ ഇന്ന് ഏറ്റവും കൂടുതൽ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പാർട്ടി കോൺഗ്രസ്സാണ്. കൂടുതൽ അവസരം ചെറുപ്പക്കാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി കോൺഗ്രസ്സാണ്. അത് നമുക്ക് വരുന്ന തിരഞ്ഞെടുപ്പുകളിലും അതിൻ്റെ ചിത്രം കാണാൻ കഴിയും. കോൺഗ്രസ് ജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം. പക്ഷേ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കാൻ പോകുന്ന ഒരു പാർട്ടി കോൺഗ്രസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.